നമസ്കാരം. ജയശങ്കർ വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലം. ഇന്ന് മകരസംക്രാന്തി. ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ, മകരസംക്രാന്തി ആശംസകൾ. ഈ വർഷം വിവാഹം നടത്തണം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ പേര് അംബിക മേനോൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. 5 അടി 4 ഇഞ്ച് ഹൈറ്റ്, അത്തം നക്ഷത്രം, 26 വയസ്സ്. ഒരിക്കൽ കൂടെ പറയാം. അംബിക മേനോൻ, 5 അടി 4 ഇഞ്ച്, അത്തം നക്ഷത്രം, 26 വയസ്സ്. അരദോഷം തൊട്ട് ഒരു ദോഷം വരെ. അതൊക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഓരോ പണിക്കന്മാരെ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. അനലിസ്റ്റായിട്ട് ആമസോണിൽ വർക്ക് ചെയ്യുന്നു. ഡൽഹിയിൽ MSc ഫോറൻസിക് സയൻസാണ് കുട്ടി പഠിച്ചിരിക്കുന്നത്. MDU യൂണിവേഴ്സിറ്റി. ഇപ്പോൾ താമസിക്കുന്നത് ഡൽഹി NCRലാണ് താമസിക്കുന്നത്. പൊന്നാനി സ്വദേശിയാണ് അവർ. പൊന്നാനിയാണ് അവരുടെ നാട്. അച്ഛൻ, അമ്മ ഇവരെല്ലാവരും ഇപ്പോൾ ഡൽഹിയിലാണ്. ഒരു പെൺകുട്ടി അംബിക മേനോൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. അംബിക മേനോൻ, അത്തം നക്ഷത്രം, 26 വയസ്സ്, 5 അടി 4 ഇഞ്ച്, 64 കിലോ വെയിറ്റ്. അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആമസോൺ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കൊമേഴ്സിൻ്റെ കമ്പനി എല്ലാവർക്കും അറിയാവുന്നതാണ്. MSc ഫോറൻസിക് സയൻസ് ആണ് ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. MDU യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഡൽഹി NCRൽ താമസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആ കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിലുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുക. വള്ളുവനാട് മാട്രിമോണിയിൽ ആൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അവരുടെ ഡീറ്റെയിലുകൾ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു വിവാഹം നടക്കാനായിട്ട് നമ്മൾ ആദ്യം ജാതകമാണ് നമ്മൾ നോക്കുക. ഈ ജാതകം നോക്കുമ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിതാക്കൾ തന്നെ ഒരു പരിധി വരെ ജ്യോത്സ്യരായി മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം എല്ലാവരും ജ്യോതിഷ പണ്ഡിതന്മാരാണ് രക്ഷിതാക്കളൊക്കെ. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ വിവാഹം അറിഞ്ഞോ അറിയാതെയോ ഡിലേ ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇപ്പം ചിലർ പറയും അരദോഷം, ചിലർ പറയും ഒരു ദോഷം. അപ്പോൾ ശുദ്ധജാതകം വന്നാൽ നമ്മളെങ്ങനെ നോക്കും, അത് ഒരിക്കലും മാച്ചാവില്ലല്ലോ എന്നൊക്കെ പിന്നെ അങ്ങോട്ട് സ്വയം ഒരു മുൻവിധി നടത്തുകയാണ് കാണുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ജാതകത്തിൻ്റെ പോർഷൻ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യൂ, ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ചെക്ക് ചെയ്യൂ, ആ കുട്ടിയുടെ ജോലി ചെക്ക് ചെയ്യൂ, അതെല്ലാം വെരിഫൈ ചെയ്യൂ. ജാതകം നോക്കാനായിട്ട് ജ്യോത്സ്യന്മാർ വേണ്ടത്ര ഈ നാട്ടിലുണ്ട്. അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കൂ. വീട്ടിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരെ കൊണ്ട് നോക്കിപ്പിക്കരുത്. അവരുടെ ഗുരുനാഥന്മാരെ കൊണ്ട് നോക്കിപ്പിച്ചോളൂ. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വേറെ ആളുകളെ കൊണ്ട്, ഒരാളെ കൊണ്ട് സ്ഥിരമായിട്ട് നോക്കിപ്പിക്കരുത്. അതും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത് കൂടുതൽ പഠിച്ചു വെക്കാതിരിക്കുക. ഈ കല്യാണം കഴിയുന്നവരൊക്കെ ജ്യോതിഷത്തിനെ കുറിച്ച് ഞാൻ അധികം പഠിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. കല്യാണം ഭംഗിയായിട്ട് നടക്കട്ടെ. നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം പ്രോബ്ലംസ് നിങ്ങളുടെ സോൾവ് ആവും. കല്യാണം മുന്നോട്ട് നടക്കും. 2025 വിവാഹം നടത്തണം എന്നൊരു തീരുമാനം ആദ്യം എടുക്കുക, അച്ഛനും മക്കളും കൂടെ.
പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.